അല്ല, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സുവിശേഷം കൈമാറുന്നതിലൂടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ചില ആൾക്കാർ പറയവേ, അത് ഈ ആൾക്കാരൊക്കെ ഒരു മൈക്കുണ്ടെങ്കിൽ, ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ അവരുടെ അനുഭവങ്ങൾ പറയാം. ഇതൊക്കെ പൊതുവായിട്ട് ഇടണമെങ്കിൽ ആദ്യം ഇത് വൈദ്യശാസ്ത്രം അത് വെരിഫൈ ചെയ്യേണ്ടത് സഭയിലുള്ള ചില പുരോഹിതന്മാർ പറയണതാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മൈക്ക് കിട്ടിയ ഒരു അനുഭവം പറഞ്ഞാൽ ഇതൊക്കെ പൊതുവായിട്ട് ഇങ്ങനെ ഇതിൽ യൂട്യൂബിലൊക്കെ ഇടണമെങ്കിൽ വെരിഫിക്കേഷൻ വേണ്ടതെന്നാണ്. അപ്പോൾ ആരാ വെരിഫൈ ചെയ്യേണ്ടത്? സൈക്കോളജി പഠിച്ചിട്ടുള്ള അക്കാഡമിഷ്യൻസാണ് വെരിഫൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവശാസ്ത്രം പറഞ്ഞിട്ടുള്ള ആരെങ്കിലുമാണ് വെരിഫൈ ചെയ്യേണ്ടത്? അവർക്ക് വെരിഫൈ ചെയ്യുന്നതിന് ഒരു പരിധികളുണ്ട്. ഇത് വെരിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? വൈദ്യശാസ്ത്രം സെക്കൻഡ് വിറ്റ്നസ്സാണ്. ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? ഇതിൻ്റെ ആ രോഗിയാണ്. ശരിക്കും രക്തസ്രാവൊക്കെ രോഗം സുഖപ്പെട്ടത് ഏതെങ്കിലും വൈദ്യനെ പുരോഹിതനെ കാണിച്ചിട്ടാണ്? അല്ല, അത് സുഖപ്പെട്ടു വന്ന് ശരീരത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു രോഗസൗഖ്യത്തിൻ്റെ ഫസ്റ്റ് വിറ്റ്നസ്, ഇപ്പം നിനക്ക് വലിയ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയണക്കിപ്പോൾ എക്സ്റേ എടുത്ത് കഫമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നോക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഫം ഇല്ലെങ്കിലും ചുമച്ചല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അലർജി ആവും. അലർജിയുടെ ടെസ്റ്റ് നടത്താൻ പോയി 124 അലർജി ഉണ്ട്. ഏത് ടെസ്റ്റ് നടത്തും? അപ്പോൾ പൂർണ്ണമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് ആ രോഗി തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ വൈദ്യശാസ്ത്രത്തെയോ സഭയുടെ പഠനങ്ങളോ എതിർക്കുകയൊന്നും അല്ല കേട്ടോ. കാര്യം അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഇപ്പോൾ തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് വെക്കരുത്. തളപ്പ് വ്യത്യാസം വെക്കണം കുറച്ച്. കാര്യം എല്ലാത്തിനും ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ആ അനുഭവത്തിനൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകും. കാര്യം അവനിപ്പോൾ എനിക്ക് ചുമയില്ല, എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റംസ് ഓക്കെ ആണെന്ന് എൻ്റെ സംസാരം കൊണ്ടാണ് ആദ്യം മനസ്സിലാകണത്. അല്ലാതെ ടെലസ്കോപ്പ് വെച്ചിട്ടല്ല മനസ്സിലാകണത്. സംസാരം കൊണ്ട് മനസ്സിലാകും. ഇപ്പോൾ ബ്രീത്ത് ഈസിയാണ്. ഇപ്പോൾ ബ്രീത്ത് ഈസി ആയിട്ടുണ്ട്. ബ്രീത്ത് ഈസി ആണെന്ന് ആരാ പറയേണ്ടത്? അത് ആ ചെയ്ത ആളാണ് പറയേണ്ടത്. ബ്രീത്ത് ഈസി, എനിക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആരാ പറയേണ്ടത്? അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ചില ആൾക്കാർക്ക് അവർക്ക് വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ കിട്ടും. വ്യക്തിപരമായ ബോധ്യങ്ങളുടെ ശേഷം ആ വ്യക്തി വൈദ്യശാസ്ത്രത്തെ കാണണം. എനിക്ക് രോഗം മാറിയായിട്ട് തോന്നണം. വാട്ട് യു സേ? വൈദ്യശാസ്ത്രത്തിനുണ്ട് അവിടെ. അപ്പോൾ അതായത് എനിക്ക് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം. സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശുസ്തോത്രം. ഹല്ലേലൂയ. വൈക്കത്തുനിന്നൊരു സാക്ഷിയാണ്. അപ്പോൾ നമ്മൾ അപ്പീരുണ്ടായി. ആ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുണ്ട് ആ അപ്പച്ചന്. അപ്പച്ചൻ്റെ മകൾക്കൊരു 60, 62, 65 വയസ്സ് കാണും. 60 വയസ്സ് കൂടുതലുണ്ട് ഏതായാലും. അപ്പോൾ ഈ 60 വയസ്സുള്ള മകള് 62 വയസ്സുള്ള മകൾ കൂടെ നിൽപ്പുണ്ട്. സുലേഖ എന്നാണ് പേര്. സുലേഖ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ പ്രശ്നം? അപ്പൻ്റെ പ്രശ്നം എന്താ? അപ്പന് പിത്താശയത്തിൽ കല്ല്. ഭയങ്കരമായ വേദനയാണ് പിത്താശയത്തിൻ്റെ സ്ഥലത്ത്. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞു ഇതിൽ കൂടിയ അവസ്ഥയാണ്, ഇത് ICUവിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ 62 വയസ്സുള്ള മകൾ പറഞ്ഞ് അപ്പൻ നിലവിളിയാണ്, സഹിക്കാൻ പറ്റാതെ, സാറ് എന്തെങ്കിലും ചെയ്യ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 വയസ്സുള്ള ആൾ നിലവിളിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പരമാവധി ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചു നിൽക്കും. സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കരഞ്ഞു പോണത്. എന്നിട്ട് ഈ ICUവിലേക്ക് മാറ്റും. ICUവിലോട്ട് മാറ്റി കഴിയുമ്പോൾ പിന്നീട് ഡോക്ടർ പറയും ഇതിന് ഈ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴുണ്ട് ഈ പിത്താശയത്തിൽ 92 വയസ്സുള്ള ആളിന് ഓപ്പറേഷൻ നടക്കത്തില്ല. ആ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യം എന്താണ്?
ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറയുമ്പോൾ പറയും ഈ 92 വയസ്സുള്ള ശരീരത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപകടമാണെന്ന് പറയും. പിന്നെ വൈദ്യശാസ്ത്രം വാതിലടക്കും. എന്താ കാര്യം? അവിടെ കയ്യിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്, പക്ഷേ ആളിന് വയസ്സ് ഇത്തിരി കൂടിപ്പോയി. അവിടെയാണ് പ്രശ്നം. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് പോകണമാണ് അവിടെ വെച്ച്. വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ് അവിടെ വെച്ച് തീരുകയാണ്. പിന്നെ എന്താണ് ഇനി ഉള്ളത്? ഗ്രേസേ ഉള്ളൂ. വൈദ്യശാസ്ത്രത്തിന് മെറിറ്റ് തീരുന്നുവെന്നാണ് എല്ലാവരും പറയണത്. ഇപ്പം നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. വൈദ്യശാസ്ത്രം മെറിറ്റ് തീർന്ന പിന്നെ അവർക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ വിശ്വാസിക്ക് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് വിഷയം. വിശ്വാസി യുക്തിവാദിയേക്കാൾ മുന്നോട്ട് പോകും. എന്താ കാര്യം? അവൻ്റെ മുന്നിൽ അവൻ്റെ ദൈവം അവന് ഒരു പോംവഴി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഈ ഒരു കാര്യം മെറിറ്റ് കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? നീ മനസ്സ് തളരരുത്. എന്താണ്? പിന്നെ എൻ്റെ സമയമാണെന്ന്. എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പന് 92 വയസ്സ് ആ അപ്പനെയും കൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ കയ്യിലുള്ളത് സിമ്പിളാണ്. ഒത്തിരി വെടിയും പുകയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. സിമ്പിളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ സഭയുടെ കയ്യിലുള്ളത് എന്താണ്? യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രയോഗമാണ് പിന്നെ നടക്കുന്നത്. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നത് എന്താ കാര്യം? കർത്താവ് വിശ്വസിക്കുന്നവന് ഈ അടയാളം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? മർക്കോസിൻ്റെ 16-17 വായിക്കുമ്പോൾ എന്താ പറയണത്? വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടാവും. രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വാസമാണ് അവിടെ. ആരല്ലേ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ഐ ഹീൽ യു. ഈ സൈത്ത് എടുത്തിട്ട്, കർത്താവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച സൈത്ത് എടുത്ത് പഞ്ഞി തൂക്കിയിട്ട് അപ്പൻ്റെ ഈ പിത്താശയത്തിൽ 5-10 കല്ലിരിക്കുക. എത്ര കല്ലുണ്ടെന്ന് സ്കാനിങ്ങിൽ കുറേ കല്ലുണ്ട്. ഈ കല്ലവിടെ ഇരിക്കണം. കല്ല് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ആരും ഡോക്ടർമാർ പറഞ്ഞത് ഈ കീഹോൾ ചെയ്യാമെന്ന് പറഞ്ഞ്. കീഹോൾ പോലും നടക്കണില്ല. അപ്പോഴും ഇതിൻ്റെ റിപ്പോർട്ടിന് കല്ലിരിപ്പുണ്ട്. അതേസമയം തന്നെ ഡോക്ടറിന് 92 വയസ്സുള്ള കാരണം ഒന്നും ചെയ്യാനും പറ്റണില്ല. കീഹോളും ചെയ്യാൻ പറ്റണില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു ഡോക്ടർ. 4 ആഴ്ച ട്രീറ്റ് ചെയ്ത ആളാണ്. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് 4 ആഴ്ച ട്രീറ്റ് ചെയ്തു. എന്നിട്ട് കല്ല് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ, ഇനി ഓപ്പറേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് വേറെ മാറ്റുമ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ 92 വയസ്സുകാരനെ ഓപ്പറേറ്റ് ചെയ്താൽ അത് കാഷ്വാലിറ്റി ഉണ്ടാകും. ആൾ ചിലപ്പോൾ മരിച്ചു പോകും. കാര്യം അതിൻ്റെ ഇൻഫെക്ഷനും പൂർണ്ണ വിജയം ഉണ്ടാകത്തില്ല. അപ്പം കല്ല് അവിടെ തന്നെ ഇരിക്കുകയും. അപ്പം എന്തു ചെയ്യും? അവരെ വീട്ടിൽ കൊണ്ടുപോവുക. പിന്നെ അവരെ പറയും നല്ല ഭക്ഷണം മരിക്കണവരെ കൊടുക്കുക. അത് കഴിയുമ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് അറിയിക്കേണ്ടവർ അറിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അറിയിക്കാൻ വേണ്ടി എല്ലാം കേൾക്കാൻ ഒരാളിരിപ്പുണ്ടല്ലോ ഇവിടെ. അതാണ് വിഷയം മാറി. നോട്ട് ബൈ മെറിറ്റ് മാറുകയാണ്. മെറിറ്റ് വാതിലടച്ചിരിക്കുന്നു. ഇനി ഇവിടെ സുഹൃത്ത് പിന്നെ എന്തുള്ള? പിന്നെ അവർക്ക് ഗ്രേസാണ്.